ഹായ് എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൻ്റെ 7ാമത്തെ അധ്യായം 10ാം ക്ലാസ്സിൻ്റെ 7ാമത്തെ അധ്യായം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ചാപ്റ്ററാണ് പഠിച്ചത്. ആ ക്ലാസ് കാണാത്തവർ ക്ലാസ് കാണണം, പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ പാഠത്തിൻ്റെ തന്നെ ബാക്കി ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഭരണഘടനാ രൂപീകരണം ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്, ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിൻ്റെ അടിത്തറ ഇന്ത്യൻ ഭരണഘടനയാണെന്നും ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ വന്നതെന്നും ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച കമ്മിറ്റി ഏതായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു. പിന്നെ നമുക്ക് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള അംഗങ്ങളും ഒക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. അതിന് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ഒരു ക്ലാസ് തന്നെ എടുക്കാവേ. പിന്നെ നമ്മൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം പഠിച്ചു അല്ലേ. അപ്പോൾ ഏത് സമ്മേളനമാണ്, കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനമായിരുന്നു തീരുമാനിച്ചത് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ? അത് 1920 നാഗ്പൂർ സമ്മേളനത്തിനാണ് തീരുമാനമായത് അല്ലേ. അതുപോലെ തന്നെ തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യമായി നിരാഹാരം നടത്തിയത് ആരാണ്? അത് പോറ്റി ശ്രീരാമലു ആണ്. അദ്ദേഹം നിരാഹാരത്തെ തുടർന്ന് മരണമടഞ്ഞു. എത്ര ദിവസം അദ്ദേഹം നിരാഹാരം കിടന്നത്? 58 ദിവസം അല്ലേ. അപ്പോൾ തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം ചോദിച്ചാലോ? 1953. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടിപ്പിക്കാനായി രൂപീകരിച്ച കമ്മീഷനായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് പറഞ്ഞത്? ഫസൽ അലി. കമ്മീഷനിലെ മറ്റംഗങ്ങൾ ഏതൊക്കെയായിരുന്നു? HN കുൻസ്രുവും അതുപോലെ തന്നെ KM പണിക്കരും. KM പണിക്കർ മലയാളിയാണ്, അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അധ്യക്ഷനായ ഏക മലയാളി ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? KM പണിക്കർ. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നടപ്പിലാക്കിയ സാമ്പത്തിക പദ്ധതികളിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതെന്തായിരുന്നു? സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ എന്ന ഭാഗത്തിലാണ് അത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം ഇപ്പം നമ്മൾ പറഞ്ഞത് എത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്തതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇന്നത്തെ ക്ലാസ് സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ, അതായത് ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം സാമ്പത്തിക മേഖലയിൽ വന്ന മാറ്റങ്ങളൊക്കെയാണ് ഇന്ന് പഠിക്കുന്നത്. നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. കാരണം എന്താണ്? ഇന്ത്യയിലെ സകല സമ്പത്തും കൊള്ളയടിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്നത്. അത്രമാത്രം ചൂഷണത്തിന് ഇന്ത്യൻ ജനത വിധേയരായി. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏതാണ്? ഇന്ത്യ സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അപ്പം നമ്മളോട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ഒരു സമന്വയ രൂപമാണ് എന്ത്? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ പ്രാധാന്യം നൽകിയത് എന്തിനാണ്? അത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. മിശ്ര സമ്പദ് വ്യവസ്ഥ പ്രാധാന്യം നൽകിയത് എന്തിനാണ്? അത് പൊതുമേഖലയ്ക്കാണ്. അടുത്തത്, സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യ സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തിരുന്നവയാണ്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. അപ്പോൾ ഇന്ത്യ എവിടെ നിന്നാണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്? അത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി വർദ്ധിച്ചു. 1950
ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? അത് 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സാമ്പത്തിക പുരോഗതിക്കായി ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ എന്താണ്? അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ എന്തിൻ്റെ ഫലമായിട്ടാണ് പഞ്ചവത്സര പദ്ധതികൾ വരുന്നത്? ആസൂത്രണ കമ്മീഷൻ്റെ പദ്ധതി പ്രകാരം 1951 തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ഇന്ത്യയെ സഹായിച്ചു. അപ്പോൾ 1951 ഈ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങുന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയത് എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 1950 അല്ല, 51. 50 ആസൂത്രണ കമ്മീഷൻ വന്നു. ആസൂത്രണ കമ്മീഷൻ്റെ പദ്ധതിയാണ് എന്ത്? പഞ്ചവത്സര പദ്ധതി. അത് തുടങ്ങിയത് 1951. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് 1951. കാർഷിക വ്യാവസായിക മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. അപ്പം നമ്മളോട് ചോദിക്കാം, ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്? അതിൻ്റെ ഉത്തരമാണ് കാർഷിക വ്യാവസായിക മേഖല പുഷ്ടിപ്പെടാൻ. അതായത് കാർഷിക വ്യവസായ മേഖലയുടെ അതിൻ്റെ പുഷ്ടിപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്? മുന്നേറ്റം അല്ലേ? അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഊർജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖല, ഇതിനൊക്കെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത്. സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഈ ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ സഹായം തേടി. അപ്പോൾ ഈ വിദേശ സഹായത്തോടെ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പം ഈ ബോക്സ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സാണ് കേട്ടോ. ഈ ബോക്സിൽ നിന്നും എല്ലാ പരീക്ഷയ്ക്കും, ഏത് PSC പരീക്ഷയ്ക്കാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇതിനെ പറ്റി മാത്രമായിട്ട് നമുക്കൊരു ക്ലാസ് എടുക്കാം. ഇപ്പം നമുക്ക് ഇത് പഠിക്കണം. നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ഇത്. അപ്പം നിങ്ങളിത് വീണ്ടും കണ്ട് പഠിക്കണം. ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അതിന് സഹായം നൽകിയ രാഷ്ട്രങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ആദ്യം നോക്കിക്കേ, സോവിയറ്റ് യൂണിയൻ ആണ് ഭിലായിക്ക് സഹായം നൽകിയത്. സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഭിലായി, ബൊക്കാറോ എന്നിവ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ, അതായത് ഇപ്പോഴത്തെ റഷ്യ, സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ വന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ്. റൂർക്കേല എവിടെയാ? ഒഡീഷ എവിടെയാണ്? അത് ജർമ്മനിയുടെ സഹായത്തോടെയാണ് വന്നത്. റൂർക്കേല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ വന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്? ജർമ്മനി. ദുർഗാപൂർ എവിടെയാ? പശ്ചിമ ബംഗാൾ. അപ്പോൾ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടൻ. അപ്പോൾ ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് വന്നത്. അതുപോലെ തന്നെ ഭിലായി സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഓർത്ത് വെക്കുക, ഭിലായി, ബൊക്കാറോ ആദ്യം വന്ന രണ്ട് സോവിയറ്റ് യൂണിയൻ. ദെൻ റൂർക്കേല ജർമ്മനി. അതുപോലെ തന്നെ ദുർഗാപൂർ എവിടെയാണ്? ബ്രിട്ടൻ. ഓക്കെ, ദെൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബോക്സ് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതിന് മുമ്പ് നമുക്കൊരു കാര്യം പഠിക്കണം. ഇവിടെ ആസൂത്രണ കമ്മീഷനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. ആസൂത്രണ കമ്മീഷൻ എന്നാ വന്നത്? 1950. ഡേറ്റും മാസവും ചോദിച്ചാൽ മാർച്ച് 15. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയും വൈസ് ചെയർമാനായിരുന്നത് TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളുമായി. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 1950 മാർച്ച് 15. ഈ ഒരു ബോക്സിൽ നിന്ന് തന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ PSC പരീക്ഷകളുടെ പല വർഷങ്ങളിലെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഷുവറാണ് ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പ്രത്യേകിച്ച് 10ാം ക്ലാസ് പ്രിലിമിനറി പരീക്ഷയ്ക്കൊക്കെ. അപ്പം നമ്മളോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം നിങ്ങളോട്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന
വന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? അത് 1950 മാർച്ച് 15. ഇനി ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഇനി ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? അത് ഗുൽസാരിലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു ഗുൽസാരിലാൽ നന്ദ. ഇനി അദ്ദേഹം വൈസ് ചെയർമാൻ ആയിരുന്നു അല്ലേ? അതായത് ഉപാധ്യക്ഷൻ മീൻസ് വൈസ് ചെയർമാൻ. ഇനി ഇതിലെ മറ്റ് അംഗങ്ങൾ, ഈ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളൊക്കെ ആരായിരുന്നു? ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ഇപ്പം തന്നെ എത്ര ക്വസ്റ്റ്യൻ വന്നു നമുക്ക് അതിൽ നിന്നും? 4 ക്വസ്റ്റ്യൻസ് ആയില്ലേ? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളായിരുന്നു ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് നമ്മൾ പഠിക്കണേ. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഭാഗത്തേക്ക് പോകാം. ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ ഈ 1ാം പഞ്ചവത്സര പദ്ധതി ജലസേചനത്തിനും പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? അണക്കെട്ടുകൾ വരുന്നു. കൃഷിക്ക് ആവശ്യമായ ജലവും വ്യവസായങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതോർജ്ജവും ഇതിൽ നിന്ന് ലഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ഭക്രാനങ്കൽ പദ്ധതി സ്വതന്ത്ര ഇന്ത്യയുടെ അഭിമാനമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഭക്രാനങ്കൽ അണക്കെട്ട് അല്ലെങ്കിൽ ഭക്രാനങ്കൽ പദ്ധതി. നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? അത് ഭക്രാനങ്കലാണ്. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ചു. അപ്പോൾ ഈ ഒക്ടോബർ 2 പ്രത്യേകത എന്താ? ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനമാണ് അല്ലേ? അപ്പോൾ അന്ന് എന്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചത്? ഈ കാർഷിക പുരോഗതിയും കന്നുകാലി സംരക്ഷണവും ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനവും ഒക്കെ ലക്ഷ്യമാക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ നമ്മളൊരു 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ആ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1952 ഒക്ടോബർ 2 അപ്പോൾ അതെന്താണ് ഒക്ടോബർ 2 എന്ന് പറയുന്നത്? ഗാന്ധിജിയുടെ ജന്മദിനമാണ്. ഓക്കെ, മറന്നു പോകരുത്. ഇനി 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനമുണ്ടായി. പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവന്നു. അപ്പോൾ 90കളോടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു മാറ്റങ്ങളുണ്ടായി. പൊതുമേഖലയ്ക്കായിരുന്നു നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നത്, അതെങ്ങോട്ട് തിരിഞ്ഞു? സ്വകാര്യ മേഖലയിലേക്ക് തിരിഞ്ഞു. എഞ്ചിനീയറിംഗ്, കാർഷിക ഗവേഷണം, ടൂറിസം, ആസൂത്രണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ സാധ്യതകളും ഇവിടെ വർദ്ധിച്ചു വന്നു അല്ലേ? അണക്കെട്ടുകൾ പണിയുന്നു, വ്യവസായശാലകൾ പണിയുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഈ പറഞ്ഞ മേഖലകളിലും തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചു വരാൻ ഇടയാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുണ്ടായ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെക്കുറിച്ചാണ്. ഇതൊക്കെ ബേസിക് ആണ് കേട്ടോ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഇത് നമുക്ക് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ പാഠത്തിൽ നിന്നൊന്നും നമുക്ക് കളയാനില്ല. ഓരോ സെൻറ്റൻസിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ PSCയുടെ ഓരോ ടോപ്പിക്കുകളാണ് അല്ലേ? നമ്മൾ സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ. അപ്പോൾ ഏത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ മെയിനായിട്ടും ഇതിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതിയാണ് കൈവരിച്ചത്. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യവസായവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും പ്രധാന പങ്കുണ്ട്.
ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധകനായിരുന്നു നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അത്ഭുതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. അപ്പോൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വളരെ അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. അതിൽ കുറച്ച് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഗവേഷണ സ്ഥാപനങ്ങൾ, ചില ഗവേഷണ സ്ഥാപനങ്ങളെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. ഇതൊക്കെ എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഗവേഷണ സ്ഥാപനങ്ങളായിരുന്നു ഈ മൂന്നെണ്ണം. ഏതൊക്കെയാണ്? ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, അതായത് വ്യാവസായിക മേഖലയിലെ പുരോഗതികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവേഷണങ്ങൾ നടത്തി. ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി അല്ലേ, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്, കാർഷിക മേഖലയിലെ വികസനമാണ് അവിടെ നെഹ്റു മുൻപിൽ കണ്ടത്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. എന്താണ് മെഡിക്കൽ റിസർച്ച്? അതായത് ആരോഗ്യ രംഗത്തെ പുരോഗതി കൈവരിക്കുക. അപ്പോൾ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അത് ഹോമി ജഹാംഗീർ ഭാഭെയും എസ്.എൻ. ഭട്നാഗറും ആയിരുന്നു. അപ്പോൾ എസ്.എൻ. ഭട്നാഗറുടെയും ഹോമി ജഹാംഗീർ ഭാഭയുടെയും പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിക്കേ. അപ്പോൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? അത് ഹോമി ജഹാംഗീർ ഭാഭയും എസ്.എൻ. ഭട്നാഗറും ചേർന്നിട്ടായിരുന്നു. എസ്.എൻ. ഭട്നാഗറും ഹോമി ജഹാംഗീർ ഭാഭയും ചേർന്നിട്ടാണ് എന്തിന് നേതൃത്വം കൊടുത്തത്? സ്വാതന്ത്ര്യാനന്തരം ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത്. ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. അപ്പോൾ നമ്മുടെ ഈ ഹോമി ജഹാംഗീർ ഭാഭെ നേതൃത്വം നൽകിയതായിരുന്നു ഈ രണ്ട് സ്ഥാപനങ്ങൾ. ഏതൊക്കെയായിരുന്നു? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ കമ്മീഷനും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ PSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും നമുക്ക് കളയാനുള്ളതല്ല കേട്ടോ. ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതായത് IIT, 5 IITകൾ വന്നു. ഏത് സമയത്ത്? ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ എത്ര IITകളാണ്? 54നും 1964നും ഇടയ്ക്ക് സ്ഥാപിക്കുകയുണ്ടായി. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടാണ് ഇതിന് അടിസ്ഥാനമായത്. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവരസാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലകളിലും ഇന്ത്യ വൻ നേട്ടമാണ് കൈവരിച്ചത്. ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പരീക്ഷണങ്ങൾ നടത്തി. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. അപ്പോൾ ആരുടെയൊക്കെ പ്രയത്നഫലമായിട്ടാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിക്കുന്നത്? അത് നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായിയുടെയും നേതൃത്വത്തിലായിരുന്നു. വർഷം 1962. അതിനെ തുടർന്ന് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു, ISRO. അപ്പോൾ ISRO നിലവിൽ വന്നത് എന്നാ? 1969. ISRO നിലവിൽ വന്നത് എന്നാണ്? 1969. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത്. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത്? അത് തിരുവനന്തപുരത്തെ തുമ്പയിലായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അപ്പോൾ ആര്യഭട്ട, ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഏത്? ആര്യഭട്ട. ആര്യഭട്ട എന്നാ നമ്മൾ വിക്ഷേപിച്ചത്? അത് 1975. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ്.
ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ ഇന്ന് നമുക്കുണ്ട് ഇന്ത്യയിൽ. അതിലൊന്നാണ് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയും അതുപോലെ തന്നെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഇത് രണ്ടുമാണ് അതിൻ്റെ ഉത്തരങ്ങൾ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് അഗ്നി, പൃഥ്വി തുടങ്ങിയവ. ഡോക്ടർ രാജാ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവരാണ് എന്തിന് നേതൃത്വം കൊടുത്തത്? ആണവരംഗത്തെ ഈ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആണവരംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയവരായിരുന്നു രാജാ രാമണ്ണയും APJ അബ്ദുൽ കലാമും. ഇനി ഇവിടെ നമുക്ക് ബോക്സിൽ ഇത് ആര്യഭട്ടയുടെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ISROയുടെ ആസ്ഥാനം, ബാംഗ്ലൂരിലെ ISROയുടെ ആസ്ഥാനത്തിൻ്റെ പിക്ചർ, VSSC അതായത് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തുമ്പ, അതിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ ബോക്സിൽ നമുക്ക് വിക്രം സാരാഭായിയെ പറ്റി പഠിക്കാൻ തന്നിട്ടുണ്ട്. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായി. ആണവശാസ്ത്ര മേഖലയിലും അതെ, അതുപോലെ തന്നെ ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞനാണ് ആര്? വിക്രം സാരാഭായി. കോംബ്രിഡ്ജിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്ന് പേര് നൽകി. അപ്പോൾ അതാണ് വിക്രം സാരാഭായി. അപ്പോൾ വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്തെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്ന പേര് നൽകിയിരിക്കുന്നത്. അടുത്തതാണ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലേ, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു അബ്ദുൽ കലാം? ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു അബ്ദുൽ കലാം. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളായ SLV-3 PSLV വികസിപ്പിച്ചു. അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ SLV-3 PSLV എന്നിവ വികസിപ്പിച്ചത് ആരാതൊക്കെ എന്താണ്? അത് ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളാണ്. അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. ഇനി അടുത്തതിലേക്ക് പോകാം. ചന്ദ്രയാൻ മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേഷണങ്ങളുടെ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പരീക്ഷണ ദൗത്യമായ ചന്ദ്രയാന് 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു. അപ്പോൾ എന്നാണ് ഇന്ത്യ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്? അത് 2008 ചന്ദ്രയാൻ ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണ ദൗത്യം എന്നായിരുന്നു? ആദ്യ ചന്ദ്ര പര്യവേഷണം 2008 ഒക്ടോബർ. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്കു ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. അപ്പോൾ അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസീസ്, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം ഇറക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യം, ചൊവ്വയിലേക്കുള്ള നമ്മൾ അയക്കുന്ന പേടകത്തിൻ്റെ പേരാണ് മംഗൾയാൻ. ഓക്കെ, ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതിയും മംഗൾയാനാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാ? അത് മംഗൾയാനാണ്. അടുത്തത് നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയെക്കുറിച്ചാണ് നോക്കുന്നത്.
ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെട്ടത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഡോക്ടർ DS കോത്താരി അഭിപ്രായപ്പെട്ടതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ CS കോത്താരിയാണ്. ഇനി ഈ ഇന്ത്യയിൽ സ്വാതന്ത്ര്യാൻ്റെ ഇന്ത്യയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ് ഈ ബോക്സിൽ പറയുന്നത്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വന്ന കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. അപ്പോൾ എന്നാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നതെന്ന് ചോദിച്ചാൽ 1948. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലേ. അപ്പം അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഈ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ കമ്മിറ്റി വെച്ച ശുപാർശകൾ: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം, UGC രൂപീകരിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? അത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനായിരുന്നു. അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നും ഇവർ ശുപാർശ ചെയ്തു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. ഇതൊക്കെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ചുമതലകൾ. അടുത്ത കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്നാണ്? 1952. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമായിരുന്നു ഇവർ ലക്ഷ്യമിട്ടത്. ഇവരുടെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. അപ്പം ത്രിഭാഷാ പഠന പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞ കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശീയ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഇവയൊക്കെയായിരുന്നു ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ശുപാർശകൾ. എന്തൊക്കെയായിരുന്നു? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശീയ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. അടുത്തതാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഇദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ കോത്താരി കമ്മീഷൻ 1964 വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകുക എന്നതായിരുന്നു ഈ കമ്മീഷൻ്റെ ലക്ഷ്യം. 10+2+3 അതായത് 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഇതായിരുന്നു ഈ കമ്മീഷൻ്റെ ലക്ഷ്യം. അപ്പോൾ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്നും മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്നും കോത്താരി കമ്മീഷൻ ശുപാർശ ചെയ്തു. ഇതിൽ നമ്മളോട് ചോദിക്കുന്നത് ഈ 10+2+3 എന്ന മാതൃക നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കോത്താരി കമ്മീഷൻ. വർഷം ഏതാണ്? 1964. അപ്പോൾ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്നാണ്? 1952. അതിന് അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണമെന്നും ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്നുമൊക്കെ ശുപാർശ ചെയ്തു. ഇനി ഏറ്റവും ആദ്യത്തെ കമ്മീഷനായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. UGC നിലവിൽ വരണം എന്ന് ശുപാർശ ചെയ്തു. സർവകലാശാല വിദ്യാഭ്യാസത്തിന് കുറിച്ചുള്ള പഠനം ആയിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCERT ബോക്സ് പഠിക്കണം കേട്ടോ. ഇനി 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം NPE നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നിലവിൽ വന്നത് ദേശീയ വിദ്യാഭ്യാസ നയം 1986 പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത്. ഇനി ഈ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നിലവിലാക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി രൂപം കൊണ്ടത് ഏത് വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അടുത്തത് ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഇവയൊക്കെ ആയിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്.
സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കു വഹിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കു വഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 11. ആരുടെ ജന്മദിനമാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻ ഫ്രീഡം. ഇന്ത്യ വിൻ ഫ്രീഡം ആരുടെ പ്രശസ്തമായ രചനയായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ. വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസ്സാക്കി. അപ്പോൾ എന്നാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി നിയമം പാസ്സാക്കിയത്? 2009 ഓക്കെ. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നു. സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി എന്നു മുതലാണ് രാജ്യത്തുണ്ടായത്? 2018 മുതൽ. ഓക്കെ. അപ്പോൾ എന്തൊക്കെ യോജിപ്പിച്ച? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും കൂടി സംയോജിപ്പിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി. ഇനി സാംസ്കാരിക നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സാംസ്കാരിക മേഖലയിലും വൻ പുരോഗതിക്കാണ് നേട്ടം കൈവരിച്ചത്. ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു ബോക്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വന്ന സ്ഥാപനങ്ങൾ കലയുടെ പ്രോത്സാഹനത്തിനായിട്ട്. അതിനു മുമ്പ് ഇവിടെ ഒരു സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായി എന്ന് പറഞ്ഞുകൊണ്ടൊരു ബോക്സ് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ന്യൂഡൽഹിയാണ് ഇതിൻ്റെ ആസ്ഥാനം. അപ്പോൾ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. അധ്യാപകർക്കും കുട്ടികൾക്കും സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സ് പഠിക്കാം. സംഗീത നാടക അക്കാദമി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സംഗീത നാടക അക്കാദമി. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. അടുത്താണ് ലളിതകലാ അക്കാദമി. പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ലളിതകലാ അക്കാദമി. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടു. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ട സ്ഥാപനമായിരുന്നു ലളിതകലാ അക്കാദമി. ഇതിൻ്റെ ആസ്ഥാനവും എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ്. അടുത്തതാണ് സാഹിത്യ അക്കാദമി. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമായിരുന്നു ലക്ഷ്യം. സാഹിത്യ അക്കാദമിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായ സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. അപ്പോൾ ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സംഗീത നാടക അക്കാദമിയുടെ കീഴിലാണ് കേട്ടോ. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അടുത്തതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. ഇതിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ന്യൂഡൽഹി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ബോക്സ് പഠിക്കണം. ഇതിൽ ലളിതകലാ അക്കാദമി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചരണമാണ് ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. വിദേശ നയത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി പഠിക്കുന്നത്. അതായത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച വിദേശ നയം. നെഹ്റുവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1947 നെഹ്റു നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം. വിദേശ നയം ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോക രാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ആരാണിങ്ങനെ പറഞ്ഞത്? നെഹ്റുവിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമാണ്.
അപ്പോൾ വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം നമുക്ക് ഇതിലൂടെ വ്യക്തമാണ് അല്ലേ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ഈ വിദേശ നയത്തിൻ്റെ ശില്പി, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ, ഇവയൊക്കെയായിരുന്നു ഇന്ത്യ സ്വീകരിച്ച വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പഞ്ചശീല തത്വങ്ങൾ എന്നൊരു ഹെഡിങ് തന്നിട്ടുണ്ട്. എന്താണ് പഞ്ചശീല തത്വങ്ങൾ? 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ എന്നാണ് ഇന്ത്യയും ചൈനയുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായത്? 1954. ഈ 1954 തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായിയുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. അപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായിയുമാണ്. ഓക്കെ, ഇനി പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യ സമീപനം ചൈനയുമായി ഒപ്പിട്ട കരാറ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെയായിരുന്നു. അപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളോടും ഒരേപോലെയുള്ള നിയമമാണ് ഇന്ത്യ ഫോളോ ചെയ്തത്. അപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങളാണിവ. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം, രണ്ട് രാജ്യങ്ങളും അങ്ങനെ അംഗീകരിക്കണം. പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാം ലോക യുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു നേതൃത്വം കൊടുത്തത്. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായ ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിൻ്റെ ശരി തെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമായിരുന്നു ഇന്ത്യ അന്ന് സ്വീകരിച്ചത്. ഇനി നമ്മുടെ ഈ പാഠം ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ് കേട്ടോ ഈ പാഠം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഈ പാഠത്തിൻ്റെ ഒരു ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. നോക്കിക്കേ, ആദ്യം നമ്മൾ പഠിച്ചു എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുണ്ടായ പ്രശ്നങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അഭയാർത്ഥി പ്രവാഹവും നാട്ടുരാജ്യങ്ങളുടെ സംയോജനം അല്ലേ. ലയന കരാറ് വഴി പല മടിച്ചു നിന്നവരെയൊക്കെ നമ്മളിങ്ങോട്ട് കൂട്ടിച്ചേർത്തു. അതിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമായിരുന്നു. അതിനുശേഷം ഭരണഘടനയും പൊതു തെരഞ്ഞെടുപ്പും എന്ന ഭാഗം പഠിച്ചു. അതോ ഭരണഘടന, ഇന്ത്യക്കൊരു ഭരണഘടന റിപ്പബ്ലിക്കായി എന്ന് നമ്മൾ പ്രഖ്യാപിച്ച 1950 ജനുവരി 26 ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും അതുപോലെ തന്നെ ഭരണഘടന എഴുതി തയ്യാറാക്കേണ്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കറുമായിരുന്നു. അതിനുശേഷം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന വന്നു അല്ലേ. ഫസൽ അലിയുടെ നേതൃത്വത്തിൽ മലയാളിയായ KM പണിക്കറും ചേർന്ന് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ വന്നു. പിന്നെ സാമ്പത്തിക നയം, അവിടെ നമ്മൾ ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളും ഒക്കെ പഠിച്ചു. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അതിനുശേഷം ശാസ്ത്ര പുരോഗതിയും വിദ്യാഭ്യാസവും, ഗവേഷണ സ്ഥാപനങ്ങളും ബഹിരാകാശ രംഗത്തുണ്ടായ മാറ്റങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിൽ വന്ന വിദ്യാഭ്യാസ കമ്മീഷനുകളും, ആദ്യം വന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നും അതുപോലെ ത്രിഭാഷാ പദ്ധതി പറഞ്ഞത് മുതലിയാർ കമ്മീഷൻ എന്നും കോത്താരി കമ്മീഷൻ എന്താ പറഞ്ഞത്? 10+2+3 എന്ന അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയവും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഇവയൊക്കെ അവിടെ നമ്മൾ പഠിച്ചു. സാംസ്കാരിക രംഗത്തേക്ക് വന്ന ലളിതകലാ അക്കാദമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ലാസ്റ്റ് വിദേശ നയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചേരിചേരായ്മയും പഞ്ചശീല തത്വങ്ങളും പറഞ്ഞു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായിയുമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാണ് അവർ
സമരത്തിൽ ഒപ്പിട്ടത് 1954 ഇന്ത്യയും ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോഴാണ്. ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. ഞാൻ വീണ്ടും പറയുന്നു, കാരണം 10ാം ക്ലാസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരും അല്ലേ. അപ്പം നാളെ പരീക്ഷ എഴുതാൻ പോകുന്നവരൊക്കെ ഈ ക്ലാസ് കാണുക, കേൾക്കുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. SCERT ക്ലാസ് പഠിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ലാസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്